മക്കേഴ്സ്, അപ്പൊ നമ്മളുടെ എക്സാം ഒക്കെ എത്തി അല്ലേ? അപ്പൊ എക്സാം ടൈമിന് നിങ്ങൾ എല്ലാവരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കാൽക്കുലേഷൻസ് തെറ്റുക എന്നുള്ളതാണ്. ഈ അവസാനം കിട്ടുന്ന ആൻസർ അങ്ങ് തെറ്റിപ്പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മാത്സിന്റെ എന്താണ്, മാത്സിലെ ആൻസർ ആണ് അല്ലേ നോക്കുക. എങ്ങനെയാ നിങ്ങൾ ചെയ്തത് എന്നൊന്നും മിസ് നോക്കാൻ പോകുന്നില്ല. എന്തായിരിക്കും നിങ്ങളുടെ മിസ് നോക്കുന്നത്? ആൻസർ എത്രയാ കിട്ടിയത് എന്നാണ് അല്ലേ നോക്കുക. ആൻസർ തെറ്റിപ്പോയാൽ പിന്നെ എന്തോ കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ തെറ്റുന്നത്? ഇത്രയും തിയറി പഠിച്ചിട്ടും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം, എല്ലാം അറിയാം, എങ്കിലും കൂടിയിട്ട് ആൻസർ തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? കാൽക്കുലേഷൻസ് കറക്റ്റ് ചെയ്യാൻ അറിയായിട്ടാണ് അല്ലെ? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് നമ്പർ ഒന്നിച്ച് വന്നാൽ എങ്ങനെയാണ് കൂട്ടുക, എങ്ങനെയാണ് കുറയ്ക്കുക, എങ്ങനെയാണ് ഗുണിക്കുക, എങ്ങനെയാണ് ഹരിക്കുക എന്നൊക്കെ അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും നമുക്ക് തെറ്റൂല. അപ്പൊ എന്താണ് അത് നിങ്ങൾക്ക് തറോ അല്ലാത്തത് കൊണ്ടാണ് എന്തായി പോകുന്നത്, ഇത് തെറ്റിപ്പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും നമ്പർ ഒരുമിച്ച് വന്നാൽ എങ്ങനെയാ ആഡ് ചെയ്യുക, എങ്ങനെയാ സബ്ട്രാക്ട് ചെയ്യുക, എങ്ങനെയാ ഡിവൈഡ് ചെയ്യുക, എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യാന്നൊക്കെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ ഒന്ന് നോക്കിക്കോ, അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. ഇന്നേക്ക് മാത്രമല്ല, ഈ എക്സാമിനേക്ക് മാത്രമല്ല, എത്ര മുന്നോട്ട് പോയാലും ഒക്കെ എന്താണ് ഇത് നിങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, സെറ്റല്ലേ, റെഡി അല്ലേ? അപ്പൊ നോക്ക്, ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് നോക്ക്, രണ്ട് പോസിറ്റീവ് നമ്പർ 6ഉം 4ഉം നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. രണ്ട് പോസിറ്റീവ് നമ്പർ അതിസംഖ്യകൾ ആഡ് ചെയ്യാണ്. അപ്പൊ എന്താണ് സംഭവിക്കുക? സിമ്പിൾ കാര്യം. 6ഉം 4ഉം കൂട്ടിയാൽ എത്രയാണ്? സിമ്പിൾ 10ആണ്. ഇനി അടുത്ത നോക്ക്, -6 -4. അതായത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ്, രണ്ട് ന്യൂനസംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു, കൂട്ടുന്നു. എന്താ സംഭവിക്കുക? നേരത്തെ പോലെ തന്നെ അങ്ങ് വെറുതെ കൂട്ടിയാൽ മതി. പക്ഷെ എന്തായിരിക്കും കൂട്ടിയിട്ട് ഒരു മൈനസും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു മൈനസും കൂടെ ഇട്ട് കൊടുക്കുക. അതായത് 6ഉം 4ഉം കൂട്ടിയാൽ 10ആണ്, 10ന് എന്ത് ചെയ്യുക? ഒരു മൈനസും കൂടെ ഇട്ട് കൊടുക്കുക. സിമ്പിൾ അല്ലേ കാര്യം? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, -6 + 4. അപ്പൊ നോക്ക്, ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. കൺഫ്യൂഷനായി. എന്ത് ചെയ്യണം? കൂട്ടണോ അല്ലെങ്കിൽ കുറയ്ക്കണോ? ആകെ കൺഫ്യൂഷനായി അല്ലേ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ മക്കൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടണം. ഒന്നുകൂടി പറഞ്ഞുതരാം, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടണം. ആരാ വലുത്? 6ആണ്. 6ന്ന് 4 കുറയ്ക്കുന്നു. ഇവന്മാർക്ക് ആരെ സൈൻ ഇടണ്ടേ? വലുതിന്റെ സൈൻ ആയിട്ടുള്ള മൈനസ് ആണ് ഇടേണ്ടത്. അതായത് -2 ആയിരിക്കും എന്ത് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യല്ലേ? ഇനി അടുത്ത് നോക്ക്, 6 + -4. ഓക്കെ, ഒരു പ്ലസും മൈനസും ഇതാ ഇങ്ങനെ അടുത്ത് വന്നു. എന്താ നിങ്ങൾ ചെയ്യുക? ഒരു പ്ലസും മൈനസും ഇങ്ങനെ അടുത്ത് വരികയാണെങ്കിൽ ആ പ്ലസിനെ അങ്ങ് മെല്ലെ തട്ടിക്കളയണം. ഓക്കെ, പ്ലസും മൈനസും അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ പ്ലസിനെ മെല്ലെ അങ്ങ് തട്ടിക്കളയണം. അതായത് എന്താവും? 6 - 4 ആവും. അതായത് എന്താണ്? 2 ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ ആഡ് ചെയ്യാൻ ഇത്രേ പഠിക്കാനുള്ളൂ, അഡീഷനിൽ ഇത്രേ പഠിക്കാനുള്ളൂ, കൂട്ടാൻ ഇത്രേ പഠിക്കാനുള്ളൂ. സിമ്പിൾ അല്ലേ കാര്യം? അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം അല്ലെ? കുറയ്ക്കുക എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നോക്ക്, 6 - 4 സിമ്പിൾ. എത്രയാണ് ആൻസർ? 2 ആണ് ആൻസർ. 4 - 6 നോക്ക്, ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാണ്. എന്താ സംഭവിക്കുക? നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് ഇത് അല്ലെ? വലുതിന്ന് ചെറുത് കുറച്ചാൽ വെറുതെ കുറച്ചാൽ മതി. ഇനി ചെറുതിന്ന് വലുത് കുറയ്ക്കുകയാണെങ്കിലോ എന്ത് ചെയ്യണം? കുറച്ചിട്ട് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം അല്ലെ? അതായത് 6 - 4 പോയ 2 ആണ്, -2 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നോക്ക്, 6 - -4. 6 - -4 എന്താണ്? 6 - -4 അതായത് രണ്ട് മൈനസുകൾ അടുത്ത് വന്നു. രണ്ട് മൈനസ് ഇങ്ങനെ അടുത്ത് വന്നാൽ അത് പൊട്ടിപ്പോയി പ്ലസ് ആയിട്ട് മാറും. രണ്ട് മൈനസ് അടുത്ത് വന്നാൽ അത് പൊട്ടിപ്പോയിട്ട് പ്ലസ് ആയിട്ട് മാറും കേട്ടോ. അതായത് ഇതെങ്ങനെയാ എഴുതുക? 6 മൈനസിനെ പ്ലസ് എന്ന് എഴുതുക, 6 + 4 എന്നാണ് എഴുതുക. അതായത് 10 ആയിരിക്കും ആൻസർ. ഇനി -6 - 4. നേരത്തെ നമ്മൾ ചെയ്തു നോക്ക്, -6 + -4 അല്ലെ? ഇതിനെ എങ്ങനെ എഴുതാം? മിസ് പറഞ്ഞിട്ടുണ്ട്, മൈനസും പ്ലസും അടുത്ത് വന്നാൽ ഈ പ്ലസിനെ അങ്ങ് ഒഴിവാക്കിയേക്കണം അല്ലെ? അതായത് ഇതിനെ -6 - 4 എന്ന് എഴുതാൻ പറ്റും. അതിന്റെ ആൻസർ -10 ആണ്. അതുപോലെ തന്നെ ഇവിടെ -6 - 4 എന്ന് പറഞ്ഞാൽ എന്താടാ സംഭവം? ശരിക്കും ഇവന്മാരെ രണ്ടാളെയും കൂട്ടുകയാണ്. -6നെയും -4നെയും അങ്ങ് കൂട്ടി വെക്കുകയാണ്. എങ്ങനെയാടാ കൂട്ടുക? -6 - 4 വെറുതെ കൂട്ടിയിട്ട് ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? 6ഉം 4ഉം കൂട്ടിയാൽ 10 ആണ്. 10ന് എന്ത് ചെയ്യുക? ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. -10 ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ കാര്യം? ഇത്രയേ ഉള്ളൂടാ ഈ അഡീഷനും സബ്ട്രാക്ഷനും. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പകുതി പ്രശ്നങ്ങൾ സോൾവ് ആയി. സിമ്പിൾ അല്ലേ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്?
ദാ നോക്ക് എന്താണ് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ വെറുതെ ആഡ് ചെയ്താൽ മതി. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. ഇനി ഒരു മൈനസും പ്ലസും വരികയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? കൺഫ്യൂഷനായി എന്താ ചെയ്യുക? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണോ അല്ലെ? ഇനി നിങ്ങൾ ഇതിലേക്ക് വരികയാണെങ്കിൽ, സബ്ട്രാക്ഷനിലേക്ക് വരികയാണെങ്കിൽ മക്കൾക്ക് രണ്ട് കാര്യമാണ് ആലോചിച്ച് വെക്കേണ്ടത്. രണ്ട് മൈനസ് അടുത്ത് വന്നാൽ പൊട്ടിപ്പോയിട്ട് പ്ലസ് ആയിട്ട് മാറും. ഇനി ചെറുതെന്ന് വലുത് കുറയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് കുറച്ചിട്ട് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇവന്മാരാണടാ നിങ്ങളുടെ പ്രശ്നക്കാര്. ഇവന്മാര് പഠിച്ചാൽ നിങ്ങൾ ഓക്കെയാണ്, സെറ്റാണ്, പിന്നെ നോക്കാനില്ല. പിന്നെ ആരൊക്കെയാണ് നമ്മളുടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അല്ലേ? അത് 1 മിനിറ്റ് കൊണ്ട് മിസ് പറഞ്ഞുതരാം. നോക്കടാ, 6 × 4 നമുക്ക് അറിയുന്നത് തന്നെയാണ്. എന്താണടാ? 24 ആണ് അല്ലെ? ഇനി -6 × -4 2 മൈനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവന്മാരെ മൈൻഡ് ചെയ്യേണ്ട. 2 മൈനസ് ആണെങ്കിൽ ആ മൈനസിനെ മൈൻഡ് ചെയ്യേണ്ട, അങ്ങ് ഗുണിച്ചിട്ട് കൊടുത്താൽ മതി. 24 തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ ഒക്കെ ഒന്നിന് മൈനസും ഒന്നിന് പ്ലസും ആണ്. -6 ഗുണിക്കണം 4, അതായത് ഒരു അതിസംഖ്യയാണ്, ഒരു ന്യൂനസംഖ്യയാണ്. ഒന്നിന്റെ സ്വഭാവം ഒരു രീതിയിലും മറ്റൊന്നിന്റെ സ്വഭാവം വേറെ രീതിയിലുമാണ്. 2 സ്വഭാവങ്ങളുള്ളവനാണ് വന്നത് എങ്കിൽ അവന്മാര് പ്രശ്നക്കാരാ. എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഗുണിച്ചിട്ട് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇവന്മാര് പ്രശ്നമാണ് അല്ലെ? ഒന്നാമത്തതിന് ഒരു സ്വഭാവം, മറ്റേതിന് വേറെ സ്വഭാവം. അപ്പൊ എന്താണ്? പ്രശ്നക്കാരനാണ്. അപ്പൊ എന്ത് ചെയ്യണം? 24 ഗുണിച്ചു, ദെൻ മൈനസ് സൈൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ 2 പോസിറ്റീവ് നമ്പേഴ്സിനെ ഗുണിക്കാൻ പറഞ്ഞാല് വെറുതെ ഗുണിച്ചാൽ മതി. 2 നെഗറ്റീവ് നമ്പേഴ്സിനെ ഗുണിക്കാൻ പറഞ്ഞാൽ നെഗറ്റീവിന് അങ്ങ് മറന്നേക്ക്, എന്നിട്ട് എന്ത് ചെയ്യുക? ഗുണിച്ചങ്ങ് എഴുതി കൊടുക്കുക അല്ലെ? ഇനി ഒരു പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിലോ അത് പ്രശ്നക്കാരന്മാരാണ് അല്ലെ? എന്ത് ചെയ്യണം? ഗുണിച്ചിട്ട് ഒരു മൈനസ് സൈൻ ഇടണം. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഹരണം എന്ന് പറയുന്നതും. ഓക്കെ, ഹരണം എന്ന് പറയുന്നതും 6/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് അല്ലെ? ദെൻ -6/-3, അതായത് 2 നെഗറ്റീവ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ആ നെഗറ്റീവ് നമ്പറിനെ അങ്ങ് മറന്നിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 6/3 2 തന്നെയാണ് വരിക. ഇനി നമുക്ക് -6/3, അതായത് ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. എന്താണ്? ഇവന്മാര് പ്രശ്നക്കാരനാണ്. എന്ത് ചെയ്യണം? ഹരിക്കുക, ഒരു മൈനസ് സൈൻ ഇടുക. ഇനി 6/-3 എന്തായിരിക്കും? ഇവന്മാരും പ്രശ്നക്കാരനാണ്. ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. എന്ത് ചെയ്യണം? ഹരിക്കണം, ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ സൈൻ ഓഫ് റൂൾസ് പഠിക്കേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് പഠിച്ചു വെച്ചാൽ മക്കളെ, ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിലൊരു സംശയം പാടില്ല കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. അതുപോലെ ക്രിസ്മസ് എക്സാം കളറാക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ വീഡിയോയും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി? ദെൻ ബൈ.